ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്നൊരു അപ്പൂപ്പന്താടിയിൽ നിന്ന് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും സുഖമായിട്ടും അടിപൊളിയായിട്ടും ഇരിക്കുന്നല്ലോ അല്ലേ? അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം എന്നുള്ളത്. കുറേ ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടവുമാണ് എൻ്റെയും ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് മെനക്കെട്ടാലും നല്ല സന്തോഷത്തോടുള്ള നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് നേരത്തെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിക്കായിട്ടൊരു കാര്യമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇന്ന് നമുക്കൊരു മരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചിട്ടായിരുന്നു പെരക്കകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് വ്ളോഗ് എടുക്കാം എന്നുള്ളൊരു ചിന്താഗതി വന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ തൂത്തൊക്കെ വാരുകയാണ്. കുളിക്കുന്നതിന് മുന്നാണ് അമ്മു തൂത്ത് വാരണ്ടേ എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. കാര്യം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് കേട്ടോ. ഇതല്ലെങ്കിൽ എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത്. പ്രതീക്ഷിക്കാണ്ട് വന്ന മരണമാണ് ഞാൻ പറഞ്ഞത്. രാവിലെ കൂടെ കണ്ട ആളാണ് കേട്ടോ. നമ്മുടെ വല്യമ്മയുടെ അമ്മയാണ് മരിച്ചത്, ഹസ്ബൻഡിൻ്റെ അമ്മ കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ പോയിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അടക്കിന് മുമ്പായിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മയും അച്ഛനും അങ്ങോട്ടേക്ക് പോയേക്കാണ്. അപ്പോൾ അവർക്ക് കുളിച്ചിട്ടല്ലേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി ഇടുക കേട്ടോ. കാര്യം രണ്ടുപേർക്കും മേലുവേന എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ കുളിക്കാനുള്ള വെള്ളവും ചോറും ഒക്കെ വെക്കുന്നത് ഈ ഒരു അടുപ്പിലാണ് കേട്ടോ. എന്തൊരു രസമാണെന്നറിയാമോ ഇവിടെ നിന്ന് വെക്കാൻ. എനിക്കറിയില്ല കേട്ടോ. വളരെ പോസിറ്റീവാണ്. അമ്മ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം ഇവിടെ ഒരു അടുപ്പ് സെറ്റാക്കിയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് ഊതി കത്തിക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൂത്തുവാരി വെച്ചിട്ട് ഇങ്ങനെ വീശിയാണ് അടുപ്പ് കത്തിക്കാറുള്ളത്. ഈ തൂത്തുവാരി യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഒരുപാട് പഴയ തൂത്തുവാരിയാണ്. നമ്മളിപ്പോൾ ആകെ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പ് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. കാര്യം ഊതാനായിട്ടുള്ള ആംബിയർ എനിക്കില്ല ഗൈസ്. അതാണേ. ഇപ്പം ഈ അടുപ്പിൽ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. അടിപൊളിയാണ്. കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ അടുപ്പും പാചകമൊക്കെ. പക്ഷേ അത് ചെയ്യാനായിട്ട് ആളിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അമ്മ അച്ഛനും മരിച്ചുവീട്ടിലോട്ട് പോയേക്കാണ്. അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഒരു യുദ്ധത്തിനൊടുവിൽ അവസാനം തീ കത്തിപ്പിടിച്ചു ഗൈസ്. അപ്പോൾ വെള്ളം നന്നായിട്ട് അവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ജാനിക്കുട്ടീനെ ഒന്ന് കുളിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. കുറേ നേരമായി ആശാൻ വെള്ളത്തിൽ ഇരിക്കുന്നു. ആളെ ഒന്ന് കുളിപ്പിക്കട്ടെ. അമ്മ ഒരു പോരാളിയാണെന്ന് പറയുന്നത് എന്തുമാത്രം സത്യമാണല്ലേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മേനെ എന്തുമാത്രം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ജാനിക്കുട്ടിയൊക്കെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ ഇത്ര കുറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെപ്പോഴും അമ്മ പറയാറുണ്ട് അമ്മൂനെ കൊണ്ടൊന്നും ഈ വക കുറുമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ജാനിക്കുട്ടിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ജാനിക്കുട്ടി വലിയ കുറുമ്പോ കാര്യങ്ങളൊന്നുമില്ല. വളരെ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ആവാറുണ്ട് കേട്ടോ. അവൾ കുട്ടിക്കാലം തൊട്ട് അങ്ങനെയാണ്. പിന്നെ പച്ചവെള്ളത്തിലാണോ അമ്മു കുഞ്ഞിനെ കുളിപ്പിക്കുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ. അവൾ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് പച്ചവെള്ളത്തിലാണ് കുളിക്കാറ്. ഈ പൈപ്പ് തുറന്നിട്ട് ആ ബക്കറ്റിൽ കയറി ഇരിക്കും കേട്ടോ. അതാണ് ആളുടെ പ്രധാന ഹോബി. അപ്പോൾ ഇത്രയും നേരം ബക്കറ്റിൽ ഇരുന്ന് ദേഹത്തെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല വെള്ളമൊക്കെ പിടിച്ചിട്ട് കുളിപ്പിക്കുകയാണ് കേട്ടോ. സോപ്പൊന്നും തേക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ ഈ പോത്തും ആനയൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കില്ലേ, അതുപോലൊക്കെ ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് എണീറ്റ് നിൽക്കുന്ന കോലമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് ദേഹത്ത് പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളൊന്നും
ഒന്നും ഉണ്ടാവാനായിട്ട് ഒരു സാധ്യതയില്ല കേട്ടോ. ഇവിടെ 3 പേരും അങ്ങനെയാണ് കേട്ടോ. കുളിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കും. എന്തിനാണോ എന്തോ. അപ്പം ഞാൻ തേച്ചൊരച്ച് കുളിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും കുളിപ്പിക്കുകയല്ലേ, അപ്പം ഇച്ചിരി ഗമയൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടിയുടെ കുളിസീൻ വീഡിയോ എടുക്കുന്നത്. എനിക്കങ്ങനെ തോന്നുന്നു, ചെറുപ്പത്തിലെങ്ങാണ്ടൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വരുകൊണ്ട് ഞാൻ നന്നായിട്ട് തുണിയൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ആളെ കുളിപ്പിക്കുന്നത്. എന്തായാലും എൻ്റെ ഈവനിങ് വ്ലോഗാണ്, അപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആളുടെ കുളിസീൻ എടുത്ത്. ഇനി അതിനാരും നെഗറ്റീവായിട്ട് എടുക്കരുതേ. ആളുടേതായ കുറേ പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് ഹെയർ ഇങ്ങനെ വലിയ ചേച്ചിയാണെന്നുള്ള രീതിയിൽ പുറകോട്ടിടുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലോട്ട് ചെറുതായിട്ടൊന്ന് പോകാറുണ്ട്. ഞാനും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കാര്യം എനിക്ക് നല്ല മുടി കാര്യങ്ങളൊക്കെ കുഞ്ഞിലേ ഉണ്ടായിരുന്നേ. അങ്ങനെ ജാനിക്കുട്ടിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാണ്ട് നമ്മൾ റൂമിലോട്ട് വന്നേക്കാണ് കേട്ടോ. ജാനിക്കുട്ടിക്ക് ഞാൻ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ബനിയനാണ് ഇട്ട് കൊടുക്കാറുള്ളത്. കാര്യം അതാണ് കേട്ടോ ആൾക്ക് കുറച്ചും കൂടി ഇഷ്ടവും. ആളുടെ ആ ഒരു സുഖം ബനിയനും കുഞ്ഞിനിക്കറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. അപ്പം ഞാൻ ആളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. ആൾക്ക് വലിയ ഉടുപ്പോ കാര്യങ്ങളോ ഒന്നും വീട്ടിൽ കൂടി ഇരിക്കുമ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഈ ബനിയൻ്റെ തന്നെ ഉടുപ്പുകളൊക്കെ കിട്ടുമല്ലോ, അങ്ങനത്തേതൊക്കെ ഞാൻ ഇടിക്കാറുണ്ട് കേട്ടോ. വളയൊക്കെ ഞാൻ ഊരി വെക്കുന്നത് കുറേ സാധനങ്ങളൊന്നും ഇട്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കല്ല, ഞാനായാലും കുഞ്ഞായാലും അധികം എനിക്ക് കുറേ നേരം കഴിയുമ്പോൾ അസ്വസ്ഥതയാണ് കേട്ടോ. അപ്പം ഞാൻ ആളുടെ നിന്ന് ഓരോ വളയൊക്കെ ഇടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്കൻവാടി പോകുമ്പോൾ ഇടാന്ന് പറഞ്ഞുകൊണ്ട് ഊരി വെച്ചു. ആള് പൊട്ട് കുത്തിത്ത് അത് തല ചീവാണ് ഗൈസ് എൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആളെ വലിച്ചു പൊക്കാണ്ടൊക്കെ ടാസ്ക്കാണ്. കാര്യം ഇപ്പം കുഞ്ഞുവാവയല്ലല്ലോ, വലുതായല്ലോ. എന്നാലും വലുതായി എന്നുള്ളൊരു ചിന്താഗതിയൊന്നും ഇല്ല കേട്ടോ. ആളൊറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് ഞാനാണ് ഈ വീട്ടിലെ കുഞ്ഞിതെന്നും പറഞ്ഞിട്ടുള്ള നടപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചേച്ചിമാരിവിടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂഞ്ചയും പാറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടാമത്തേന് അമ്മ ജാനിക്കുട്ടി വാശി പിടിക്കുമ്പോഴത്തേക്കും പറയും അവൾ കുഞ്ഞല്ലേ പൂഞ്ച വിട്ട് കൊടുക്കെന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ കേട്ട് പുള്ളിക്കാരത്തി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന പുള്ളിക്കാരത്തി ആ ന്യൂ ബോൺ ബേബിയാന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്ക് ദാണ്ട് ഇവിടെ എന്താ പറയുക നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുന്ദരിയാന്നൊക്കെ ആൾ തന്നെ പറയാണ്. പിന്നെ ഈ വീട്ടിലെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ എടുക്കാണ്ട്. ഇവിടെ കുഞ്ഞു ലൈറ്റ് എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുള്ളൂ. ഇവിടെ എല്ലാവരും വെട്ടം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ മാത്രമാണ് ഗൈസ് വെട്ടം ഇഷ്ടമുള്ള ആൾ, ഞാനും ജാനിക്കുട്ടിയും. ബാക്കി ആർക്കും വെട്ടം ഇഷ്ടമല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ കുറേ കണ്ടിട്ടുണ്ട്. നമ്മുടെ മാളയിലൊക്കെ ഒരുപാട് വലിയ വീടുകളുണ്ട്, പക്ഷെ ആരും ഉമ്മർത്ത് ലൈറ്റ് ഇടില്ല. സൈഡിലോ ഏതെങ്കിലും കോണിലോ ഒക്കെ ആയിരിക്കും ലൈറ്റ് ഇടുന്നത്. എനിക്ക് ഏറ്റവും വിരോധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് വെട്ടം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാണ്ട് പഠിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. അപ്പം ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല കേട്ടോ. അമ്മയ്ക്കും അച്ഛനൊക്കെ കുഞ്ഞു ലൈറ്റാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടോട്ടെ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ലൈറ്റ് മാറിയിട്ടിട്ട് എൻ്റേതായ രീതിയിൽ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ അത് ഊരി മാറ്റി വെച്ചിട്ട് കുഞ്ഞു ലൈറ്റ് ഇട്ട് കൊടുത്തേക്കും. അങ്ങനെയാണ് കേട്ടോ. അല്ല, നമ്മൾ ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്കും പല ഫാമിലിയിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം കേട്ടോ. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന വേറൊരു ചിന്താഗതിയാണ്, നമ്മുടെ ഇഷ്ടം നമ്മൾ അവരിലോട്ട് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ മാറ്റുക, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ ഈ ഒരു ചിന്താഗതി തെറ്റാണെന്നും പലവർക്കും തോന്നിയേക്കാട്ടോ, എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ ബീനീസ് വളർത്താമെന്ന് വിചാരിച്ചേ. പയർ ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചേക്കാട്ടോ. നേരത്തെയൊക്കെ നമ്മൾ എണ്ണയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാറുണ്ട്, മൊത്തത്തിൽ നന്നായിട്ട് വെള്ളമൊന്നും ഒഴുകി തന്നെ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ അച്ഛന് കൊളസ്ട്രോളൊക്കെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ വേവിച്ചെടുക്കാറുള്ളത്. എണ്ണക്കകത്ത് ഇടാണ്ട് കൂടുതലും വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ള പരിപാടിയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അതായത് കുറച്ച് എണ്ണ ഒഴിച്ച് മറ്റേ നമ്മുടെ ഉള്ളി മുളകും എല്ലാം കൂടെ മൂപ്പിച്ചിടത്തില്ലേ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓലത്തൊക്കെ കാര്യം അച്ഛന് കൊളസ്ട്രോൾ ആയതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ കിടന്ന് നന്നായിട്ടായി വരുന്ന സമയം കൊണ്ട് ഒന്ന് തൂത്ത് തുടയ്ക്കുകയൊക്കെ ചെയ്യാം. ബീൻസ് അല്ല കേട്ടോ, ഞാനിന്ന് പയറാണ് വളർത്താൻ വെച്ചത്. പറഞ്ഞപ്പോൾ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ തേണ്ട നമ്മുടെ പെരക്കാവൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരുള്ളത് കൊണ്ട് തന്നെ നല്ല അഴുക്കായിട്ടാണ് എപ്പോഴും നമ്മുടെ സിറ്റ് ഔട്ട് കിടക്കാറുള്ളത് കേട്ടോ. ഈ വെള്ളട്ടയിലിട്ടത് വേണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാര്യം ഈ ചോക്ലേറ്റൊക്കെ തിന്നിട്ട് ഈറ്റങ്ങൾ ഇതിങ്ങനെ അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കും കേട്ടോ. എത്ര പറഞ്ഞാലും 3 എണ്ണം കേൾക്കാറില്ല. പിന്നെ ഒരു ശകലം പേടി ഈ വീട്ടിലുള്ളത് എന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ 2 ഒച്ചയൊക്കെ എടുക്കും. നമ്മൾ കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തെറ്റ് വേണ്ട തെറ്റല്ല, നമ്മൾ അങ്ങനെ ചിരിച്ച് കളിച്ച് കളയല്ലേ കേട്ടോ. തെറ്റ് വേണ്ട തെറ്റാന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. അതിപ്പോൾ ഞാൻ 3 പേരുടെ അടുത്ത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അല്ലാണ്ട് എൻ്റെ കൊച്ച് നാത്തൂൻ്റെ കൊച്ച് അങ്ങനെയൊന്നുമില്ല. 3 എൻ്റെ മക്കളാണ്
കുഞ്ഞുങ്ങളാണ്. 3 പേരെയും ശാസിക്കാറുണ്ട്. എന്ന് വെച്ചാൽ തല്ലാറൊന്നുമില്ല കേട്ടോ, വഴക്ക് പറയാറുണ്ട് തെറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം അവരുള്ളതുകൊണ്ട് തന്നെ മിക്കപ്പോഴും നമ്മുടെ വീടൊക്കെ അലങ്കോലമായിട്ടേ കിടക്കാറുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, സിന്ധുവമ്മയൊക്കെ വൃത്തിയുടെ ആളാണ്. അപ്പം ആ ഒരു ജീവിത സ്റ്റൈലിൽ നിന്ന് വന്നിട്ട് പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടായിട്ടും വിഷമങ്ങളായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ അതിനെയൊക്കെ ഞാൻ എന്താ പറയുക, അങ്ങനെയല്ല, കുഞ്ഞുങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാക്കാറുണ്ട്. കാരണം നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ പുറകെ 3 കൂടെ കൊല്ലയാക്കി ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്ഷമിച്ചു വിടും കൈസ്, എന്ത് ചെയ്യാൻ, നമ്മുടെ മക്കളല്ലേ. പിന്നെ ഞാൻ നേരെ പോയത് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ചെടിയോടുള്ള എൻ്റെ കസർത്തൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ പോയത് പുളി ഉണക്കാൻ വെച്ചേക്കുന്ന എടുക്കാനാണ് കേട്ടോ. എൻ്റെ പൊന്നു ഗോയ്സ്, നല്ലൊരു സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ടോ. ആ ഒരു സ്മെല്ലടിച്ചാൽ നമുക്ക് അതങ്ങനെ അങ്ങ് തിന്നാൻ തോന്നും. ഫ്രഷ് പുളിയായിരുന്നേ, നല്ല മധുരം. ഇപ്പം തന്നെ എൻ്റെ വായിൽ ഇങ്ങനെ കപ്പൽ ഓടുന്നുണ്ട് കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. പണ്ട് കുഞ്ഞിലെ ഏറ്റവും കട്ട് തിന്നിട്ടുണ്ടാവും അമ്മേനെ പേടിച്ചിട്ട് പുളിയായിരിക്കും കേട്ടോ. കുറേ കട്ട് തിന്നിട്ടുണ്ട്. അപ്പോൾ ദേണ്ട കടിച്ചു വരച്ച് തിന്നുന്നുണ്ട്, ആക്രാന്തം കാരണമാണ്. അങ്ങനെ കുറേ തിന്നതിന് ശേഷം ഞാൻ ഒന്നും അറിയാത്ത പോണക്കും അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അമ്മ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ തട്ടും, അതുകൊണ്ടാണേ. എന്താ എവിടെയാ തുടയ്ക്കുന്നേ? വിളക്കോ? നിലവിളക്കോ? ഗുഡ് ഗേൾ, സുന്ദരി ഗേൾ, ഗുഡ് ഗേൾ ആണേ. തുടച്ച് അവസാനം കൊച്ചില്ല എന്നുള്ള പോണക്ക് നിലവിളക്കില്ലാണ്ടാക്കുവോ? നമ്മ വരുമ്പോ കിട്ടും. നിലവിളക്കെ തൊടാൻ നമ്മ ആരും സമ്മതിക്കുന്നതല്ല, ഒട്ടിക്കോളാൻ പറയും. വെള്ളം അല്ലേ, വിമാനം പോലെ. ജാനിക്കുട്ടിക്ക് 4 നേരം ചോറ് കൊടുത്താലും ഒരു പരാതിയില്ലാത്ത കുഞ്ഞുവാവയാണ് കേട്ടോ. അതാലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഇന്നത് വേണം, ഇന്നത് തന്നെ തിന്നാൻ തരണം, അങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാൻ കുറച്ച് ചോറാണ് കൊടുക്കുന്നത്. ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു ഏത്തപ്പഴം കഴിച്ചേക്കാം, കാര്യം എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ദോശയാണ് കേട്ടോ കഴിച്ചത്. റൈസ് ഇപ്പോൾ കൂടുതൽ ഒഴിവാക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശ കഴിച്ചുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഗോതമ്പ് ദോശ കേട്ടോ. അപ്പം ഞാനൊരു പഴം എടുത്ത് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊക്കെ ഇടുന്ന കമൻറ്റ് വായിച്ച് നോക്കി. റിപ്ലൈ തരാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ, ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് തരാൻ പറ്റുന്ന ചില കമൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലതിനൊക്കെ റിപ്ലൈ തന്നു. ബാക്കിയുള്ളത് ഐഫോണിൽ നിന്ന് കൊടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരുടെ എന്താ പറയുക, പേഴ്സണലി ഉള്ള വോയിസ് കേൾക്കുമ്പോഴായാലും കമൻറ്റ് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാര്യം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോയിൽ നിന്ന് പോസിറ്റീവ് കിട്ടുമെന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ വേണ്ട, ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വെല്ലിച്ചനും വല്യമ്മയും വന്നിട്ടുണ്ട്. അപ്പം അവര് അപ്പുറത്തൊക്കെ കണ്ടോണ്ടൊക്കെ നിൽക്കാണ് കേട്ടോ. അമ്മ എന്താണ്ടൊക്കെ കൊടുക്കട്ടോ, അകത്തോട്ട് കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അമ്മ ഉള്ളതൊക്കെ അപ്പുറത്ത് പുറകിലിരുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്താണ്ടൊക്കെ അറിയില്ല കേട്ടോ എന്നിട്ടാന്ന്. വെളിച്ചിൻ്റെ ഒക്കെ അവിടെ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്ക് കൊടുക്കാനുള്ള അരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പം അതൊക്കെ കൊണ്ടുപോയി. അവിടെയോ? മനസ്സുണ്ട്, പക്ഷെ വഴി അറിയില്ല. തിരിച്ചു വന്നെങ്കിൽ ബിരിയാണി അവിടെ ഉണ്ട്. ചെല്ലാമനോട് വലിയച്ഛൻ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഓ, കോട്ടയുണ്ട്, കോട്ട അവിടെ. മാങ്ങയാകുമ്പോ വരാം. അവര് വന്ന ഉണക്ക് എന്നെ തിരിച്ചു പോവാട്ടോ.
അപ്പോൾ അവർ പോവാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് പോകുന്ന എന്നെ വിളിച്ച് നോക്കി ബിരിയാണി കഴിക്കാൻ വരാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഒരു ചക്കര ഉമ്മയൊക്കെ കൊടുത്തിട്ട് വല്യമ്മ പോവാണേ. അമ്മയുടെ തൊട്ട് മൂത്ത ചേച്ചിയാണ് കേട്ടോ വല്യമ്മ. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു പോയി ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് താമ്പാച്ചി കത്തിച്ച് നല്ല സുന്ദരായിട്ട് നമുക്ക് എന്തെന്നിരുന്ന് പറയുന്നേ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ തമ്പാച്ചിയുടെ വിലക്ക് കത്തിച്ചിട്ടുണ്ട്. വിലക്ക് സുന്ദരിയായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഒരാളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നോ. ഇന്ന് നമ്മൾ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. വിളക്ക് സുന്ദരിയായിട്ടുണ്ട്. ജാനി പറയാ വിളക്ക് സുന്ദരിയായിട്ടുണ്ടെന്ന്. ഞങ്ങൾ വേണ്ട നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ. ആ എൻജോയ്മെന്റ് നമ്മൾ നടക്കുന്ന കേട്ടോ. മിക്ക ദിവസങ്ങളിലും നടക്കാറുണ്ട്. നമ്മുടെ ഈ ചെടി ഞാൻ ഹൈലൈറ്റ്സ് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാരെൻ്റെ അടുത്ത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് നിൽക്കുന്ന കാണാണ്ടെന്ന്. ഇപ്പം ഇത് വേറൊരു കളർ കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ പകല് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ജാനി ഓടല്ലേ, ആള് പാഞ്ഞു പോട്ടോ. ഞങ്ങൾ കുറച്ചും കൂടി ഇരുട്ടിയിട്ടൊക്കെയാണ് സാധാരണ ഇറങ്ങാറുള്ളത്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അങ്ങ് നടക്കും. നല്ല രസമാട്ടോ. ആരോഗ്യമില്ലാത്ത രീതിയിൽ ചുമ്മാ നല്ല പെരക്കാത്ത തന്നെ ഇരിക്കല്ലേ. ആള് ഓർക്കാപ്പുറത്തല്ലേ വിച്ചുനോട് പറഞ്ഞപ്പോ വിച്ചു കണ്ണ് കളിക്കേ. ഒരു കുഴപ്പമില്ലാണ്ട് പയറോണം കിടന്ന ആളല്ല അതല്ലേ. ഇന്ന് കണ്ടാളെ നാളെ കാണുന്നു. പോന്നു. അമ്മൂമ്മ ഞാൻ അമ്മൂമ്മനെ കണ്ട്. ഞാൻ ചെന്നപ്പോ അമ്മൂമ്മ അടുത്ത് കേറി. അമ്മൂമ്മ അവിടെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പോണ കേട്ടോ. അച്ഛച്ച് സ്പീഡിൽ നടക്കും. ഒരു കാലെടുത്ത് കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കും. നമ്മള് പതുക്കെ പോകുമ്പോഴത്തേക്ക് ആള് സ്പീഡിൽ പോകും. അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ വവ്വാല് പോയി ചുവാലി. നമ്മുടെ അല്ലേ വിച്ചുവിനോട് കുറച്ച് വിളിച്ചിട്ടുണ്ടോ, നീ എന്താ പറമ്പിലോട്ട് പോവാത്ത? ആണോ? ഞാൻ പോയിട്ട് എത്ര നാളായി. ആണോ? അയ്യോ കൂട്ടി. എന്തായാലും നാളെ ഒന്ന് പോണട്ടോ. ഞാൻ പോയിട്ട് ഇപ്പൊ ഒരു കുറേ നാളായി. നടക്കാനിറങ്ങി അച്ഛൻ കോട്ടോ അതിൽ ചെന്നാ. ജാനിക്കുട്ടി സൈഡിൽ കൂടെ പോട്ടോ. ഞങ്ങള് പോട്ടെ ഗൈസ്. വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാത്രി സഞ്ചാരം അതൊരു സുഖമാണ് കേട്ടോ. നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ സമയത്ത് ഞങ്ങൾ അയവിറക്കുവേ. ഇന്ന് ശരിയാക്കി തരാം അപ്പച്ചനെ എന്ന് പറഞ്ഞോണ്ട് കൊച്ചപ്പച്ചനെ വിളിച്ച മോനെ. ഇന്ന് ശരിയാക്കി തരാം മോനെ. കൊച്ചു ജെല്ലിമിഠായി പറഞ്ഞു വിട്ടിട്ട് 1/2 മണിക്കൂറായി. അപ്പച്ചൻ ഇത്രോ നേരം കൊച്ചിന്റെ ക്ഷമ കെട്ട്. അപ്പച്ചൻ ഇപ്പൊ വന്ന് ചോദിക്കും ആരടി എന്നെ പേടിപ്പിച്ചേന്ന്. വരുന്നുണ്ടാ? വരുന്നില്ലേ? അന്ന് അപ്പച്ചൻ പറ്റിച്ചതായിരിക്കും. ഒന്നുകൂടെ ശരിയാക്കണോ? ഇനി ശരിയാക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പച്ചൻ ആട്ടുകാര്. നാളെ തുടങ്ങി മറിയാല ചേച്ചിമാര് അതെ 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 അതെ. അവിടെ വരെ പറഞ്ഞോണ്ട് പോവും ഐസ്ക്രീം വേണ്ട കൊള്ളിയാലെന്നൊക്കെ. അവിടെ കാണുമ്പോ അവിടെ ഒലിച്ച് വീഴും. അത് അച്ഛനാണ് കൊണ്ടുപോകേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞേ എനിക്ക് ബിരിയാണി തിന്നാൻ കൊത്തിയായിട്ട് പോലെ. കാരണം നിങ്ങളോട് പറഞ്ഞാൽ മേടിച്ചു തരും, അത് കാര്യം വേറെ. പക്ഷെ അച്ഛന്റെ കൈ കൊണ്ടാണ് തിന്നണമെന്നായിരുന്നു. എന്നിട്ട് പോയിട്ടേ ഒരു പന്ന കടയിൽ കയറിയിട്ട് ഷെയ്ക്ക് മേടിച്ചേക്കുന്നു. ഇഷ്ടല്ല ഷെയ്ക്കൊന്നും. അച്ഛ അങ്ങനെയാണ് കേട്ടോ. അച്ഛ ഒറ്റയ്ക്ക് പോവാണെന്ന് മേടിക്കത്തില്ല. ഞങ്ങളൊക്കെ കൂടെ പോവാണെ ഞങ്ങൾ എല്ലാവരോടും കഴിച്ചോളൂ. ഷെയ്ക്ക് മേടിച്ചേക്കണം ജാനിക്ക് കൊടുക്കാനായിട്ട്. അച്ഛനും കുടിച്ചു വരണം. ഞാനത് ജാനിയുടെ ഇഷ്ടം.
ഞങ്ങള് വൈകിട്ട് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാട്ടോ. ഇത് എന്ത് കാണുന്നില്ല കുഞ്ഞിനെ. വർത്താനൊക്കെ പറഞ്ഞിരിക്കട്ടെ. അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുക. ചെല്ലിമുട്ടായി തന്നെ സന്തോഷമാണ് ഞങ്ങളുടെ ഉത്സവം. ഉത്സവമായി. ഇനി ആയി തുടങ്ങാൻ പോണു. നാളെ പിന്നെ തിങ്കള് ചൊവ്വ ഞായറാഴ്ച ശിവരാത്രി. ശിവരാത്രിയിലെ അഷ്ടമിയിലൊക്കെ ഭയങ്കര പരിപാടി ആയിരിക്കും. ബലിയിടാൻ പോണം. എല്ലാം ഉണ്ട്. ഈ അന്നമനടെ ഒരു ചക്ക കൊടുക്കണ സ്ഥലം ഉണ്ടെന്ന്. ചക്ക മൂത്തേക്ക് കേച്ച് കിട്ടുന്ന സ്ഥലം. വേഗം വരാൻ പറ. പിന്നെന്തിട്ടുള്ള ഐക്കിമ ഐക്കിമോദിന്ന് വെച്ചാ കട്ടാക്കിട്ട് പോയി. അപ്പച്ച ഇനി നിന്ന് അവൾ അത് കൂടുതൽ ചോദിക്കുന്നത് അറിയാ. വേഗം വാ. ഹലോ പപ്പച്ചടന്ന് കിട്ടും. ഭയങ്കര ഭാവമൊക്കെ. അത് കിട്ടാൻ അപ്പച്ചടന്ന്. ഇത് 4ാമത്തെ കോളിംഗ് വേണ്ട. ആ മേടിച്ചിട്ട് തരാന്ന്. അത് സോപ്പിംഗ് ഡായ ആണ് കേട്ടോ. അത് സോപ്പിംഗ് ഡായ. എന്നാടാന്നൊക്കെ നമ്മള് ചോദിക്കില്ല. ആടാ അതെ വെക്ക അപ്പച്ചേട്ടാ ഇന്ന് കിട്ടും അടി. ഇന്നമ്മക്ക് ഇന്നലെ തിന്നാൻ പറ്റാണ്ട് വെച്ചത് എന്നമ്മ അത്. ഇന്ന് ഒരു മുട്ട, ഒരു ഗ്ലാസ് പാല്, ഒരു പഴച്ചനോട് അമ്മോട് തിന്നാൻ പറഞ്ഞേ. മോന് തന്നാ? അയ്യോ കുഞ്ഞുമുട്ട. കുഞ്ഞുമുട്ടയല്ല വലിയ മുട്ടയായിരുന്നു. അമ്മ പുഴിഞ്ഞാർന്നു. ഇന്നലെ ഞാൻ എടുത്തില്ല അത്. ശരിക്കും ആരാ തിന്നെന്ന് ആലോചിച്ച്. ആ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ആ നുണ പറഞ്ഞല്ല വിശ്വസിച്ചു. സ്കൂളിന്ന് കേൾക്കുമ്പോ ഒരു രാവലാതിയാണ് ജാനിക്ക്. വെള്ളിയാഴ്ച നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. നാളെ പോണ്ടേ? നീ സൺഡേ മൺഡേ പോയിട്ടാ. നാളെ പോണ്ടാ. അപ്പച്ച ഓടി വരുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് ഇനി അടുത്ത കോള് ചെല്ലുമെന്ന് അറിയാം. ഇനി പ്രവീട്ട് ക്ഷമ കെട്ട്. അപ്പച്ച പാഞ്ഞു വരുന്നത് കടയിൽ പോയിട്ടാട്ടോ. കൊച്ചിന് ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയതാണ്. ലഡു പൊട്ടി മനസ്സില്. ചേച്ചിനെ വിളിച്ചോളെ. ഓ അയറൊക്കെ തൂത്ത് കൊറേ ഉണ്ടല്ലോ ജാനിക്കുട്ടി. കപ്പ് ഐസ്ക്രീം തരൂലേ? അത് ചതിയായി പോയില്ലോ. ഒരെണ്ണം തരുവോ? ഐസ്ക്രീം കഴിക്കാൻ പോട്ടെ. ഞാൻ കുറെ നാളായി കഴിച്ചിട്ട് കഴിക്കാറില്ല. ഞാൻ ഷുഗർ കട്ടാണ്. അയ്യോ വേണ്ട വേണ്ട. ഇവിടെ ആലോചിച്ച് ഷുഗർ കട്ടാണെന്ന്. ആണോ? കഴിച്ചേക്കാലേ. കൊതി കൊറേ നാളായിട്ടോ ഞാൻ കഴിച്ചിട്ട്. ഒന്നും കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഷുഗർ കട്ട് പൊട്ടിക്കാം. ഓക്കെ. വിച്ചു കൊണ്ടുവരാറുണ്ടല്ലേ ചക്കയുടെ. നല്ല ടേസ്റ്റ് ആട്ടോ. ബോക്സ് കൊണ്ട് വലിയ ബോക്സ് ഭയങ്കര. നമുക്ക് കറണ്ടൊക്കെ പോയിട്ട് മെൽറ്റ് ആയി പോയത് ഓർമ്മയുണ്ടോ? കൊറേ. ഐസ്ക്രീം കഴിക്കാൻ പോവാനാട്ടോ. എന്തായാലും അതെ 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 കൊറേ നാളായി ഞാൻ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട്. അപ്പം കഴിക്കാം. എനിക്ക് ചോക്കോബാർ ഇഷ്ടമാണ്. ചിരി ഉള്ളു. എത്ര രൂപ? 20? 10 രൂപ. 10 രൂപയ്ക്കുള്ളതുണ്ടെന്ന് വിചാരിക്കുന്നു. പിള്ളേരെ പറ്റിക്കാം. കഴിക്കട്ടെ. അല്ല ജാനി ഇപ്പൊ വരും കണ്ണും കാണിച്ചു.
രാത്രിയിൽ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മേലൊക്കെ കഴുകി ഇതേ കിടക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ കുറേ തുണി അവിടെ അങ്ങനെ നിരന്ന് കിടക്കുന്ന കണ്ടത്. ഇത് കഴുകിയിട്ട് മടക്കി വെക്കേണ്ട തുണിയാണ് കേട്ടോ, ഉണങ്ങിയിട്ട് മടക്കി വെക്കേണ്ടതാണ്. അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്ന ഹാഫ് സാരി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അന്നത് മടക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ ജാനിക്കുട്ടി കൂടാറുണ്ട് കേട്ടോ. അത് കുഞ്ഞിലേ തൊട്ടുള്ള ശീലമാണ്, നല്ല ശീലമാണ് കേട്ടോ. പറ്റുന്ന ഓണക്കൊക്കെ അവരും ചെയ്യട്ടെ. കാര്യം അവരുടെ ലൈഫിൽ അവരെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യണ്ട ഒന്നും പറയത്തില്ല കേട്ടോ. അറിയാവുന്ന രീതിയിൽ മടക്കിയാൽ മതി, ഒരുപാട് ഭംഗിക്ക് മടക്കൊന്നും വേണ്ട. നമ്മളുടെ തന്നെ ഡ്രസ്സല്ലേ, അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന രീതിയിൽ മടക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര ത്വരയാണ് കേട്ടോ. ആൾ ഇങ്ങോട്ടേക്ക് ചോദിക്കും, അമ്മേ ഞാനും കൂടെ കൂടിക്കോട്ടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ ചോദിക്കാണ്ടും ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു തുണിയൊക്കെ എടുത്ത് മടക്കിക്കോളാം ഞാൻ പറഞ്ഞു. അപ്പോൾ ആളെനിക്ക് മടക്കി തരാണ്. വൈകിട്ട് നടത്തം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുളിയൊക്കെ പതിവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും മേലൊക്കെ ഒന്ന് കഴുകി പെറുക്കി കിടക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. വൈകിട്ട് നടക്കുന്ന സമയത്താണ് കേട്ടോ ജിമ്മിലെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാറുണ്ട്. എന്ത് വിശേഷങ്ങൾ നടന്നാലും എന്ത് കാര്യങ്ങൾ നടന്നാലും ഞാൻ ജിമ്മിലെ കഥകളൊക്കെ പറയും. അമ്മയുടെ പണിസ്ഥലത്തെ കഥകളൊക്കെ പറയും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും. അപ്പോൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ എല്ലാവരും അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. ഇപ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരുടേതായ കഥകൾ പറയും. അങ്ങനെ ഞങ്ങൾ ഡെയിലി എന്ന് പറയുന്നവർക്ക് നടക്കാറുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ജാനിക്കുട്ടിയോട് കളിക്കാണ്ടിരുന്ന കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഒരിക്കലും അല്ല കേട്ടോ. ഡെയിലി പുള്ളിക്കാരത്തിലൂടെ കളിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചു എന്നോട് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എൻ്റെ മോളെ വിഷമിപ്പിക്കരുത്, എൻ്റെ മോളുടെ കൂടെ കളിക്കാൻ കൊള്ളണം, അവൾക്ക് വേറെ ആരും ഇല്ലല്ലോ എന്നുള്ള കാര്യം സത്യമാണ് കേട്ടോ. വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ നമ്മളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ലല്ലോ. പക്ഷേ അതില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ കൂടെ ഞങ്ങൾ കുഞ്ഞുങ്ങളാവാറുണ്ട്. നേരത്തെ വിച്ചു ആയിരുന്നു കേട്ടോ ഏറ്റവും കമ്പനി. വിച്ചുവാണ് ഈ വക പരിപാടീസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാനായി കേട്ടോ. ആൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ഭയങ്കര കളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ അവളുടേതായ രീതിയിൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കുത്തിയിട്ടുള്ള കുറേ കളിയും കാര്യങ്ങളൊക്കെ കളിക്കും. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ കിടന്ന് സർക്കസും കാര്യങ്ങളും അത് കഴിഞ്ഞ് ആ കുന്തളിപ്പ് കഴിഞ്ഞിട്ടേ ഞങ്ങൾ രാത്രി ഉറങ്ങാറുള്ളൂ കേട്ടോ. അതിപ്പോൾ ഒരു പതിവാക്കിയേക്കാണ് പുള്ളിക്കാരത്തി ഭയങ്കര കുഞ്ഞു വാവയാണെന്നാണ് കേട്ടോ ആളുടെ വിചാരം. മുതുക്കനായി എന്നുള്ള കാര്യം ആൾ മറന്നു എന്ന് തോന്നുന്നുണ്ട്. ഇടയ്ക്കിട്ട് മറക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഈ പിള്ളേരുടെ കൂടെയൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയത് തത്തമ്മ ചേച്ചീനെ വിച്ചുവിനെയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. അവർ പിള്ളേരുടെ കൂടെ പിന്നെ പിള്ളേരുകളാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടി ഞാനും അങ്ങനെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ നൈറ്റ് കെയറിലോട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ടർക്കി എടുത്ത് തുടച്ചു കൊടുത്ത് എൻ്റെ മുഖത്ത് വീണ്ടും ഒരു കുരു പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. കുറച്ച് ദിവസമായിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ മുഖം ക്ലിയർ ആയല്ലോ, കുരുക്കളൊക്കെ പോയല്ലോ എന്നൊക്കെ. അപ്പം തന്നെ ദാണ്ട് കിടക്കുന്ന ഒരു കുരു. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. പിന്നെ എനിക്ക് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓയിൽമെൻറ്റ് ഉണ്ടായിരുന്നു, ഞാനത് വാരി പൊത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. അതെങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നാണ് ഇനി എൻ്റെ ചിന്താഗതി. കാര്യം സ്കിന്നൊക്കെ ഒന്ന് ക്ലിയർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ലിപ് ബാം എടുത്ത് ചുണ്ടിൽ തേച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്പം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ സ്കിന്നിൻ്റെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുണ്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പൊട്ടാറുണ്ട്. അപ്പം ലിപ് ബാം കൂടെ തേച്ചു. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞു കേട്ടോ. എത്ര ചാടി മറിയല്ലെന്ന് പറഞ്ഞാലും ജാനിക്കുട്ടിക്ക് ബെഡിൽ കയറി 2 ചാട്ടം ചാടിയില്ലെങ്കിൽ സമാധാനമില്ല കേട്ടോ. അപ്പം ഞാൻ 2 ചീത്തയൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ ഒതുക്കി നിർത്തിയിട്ടും കാര്യമില്ല, ആൾ കിടന്ന് ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, അമ്മു പല്ലിൽ ക്ലിപ്പ് ഇടാറില്ലേ എന്നുള്ളത്. അതായത് കമ്പി, പ്ലെയിൻ കമ്പി ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, അതും കൂടെ കഴിഞ്ഞു. ഇനി നേരെ മാക്കാന്ന് ഉറങ്ങുക, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു പരിപാടിയില്ല. അപ്പം ലൈറ്റ് ഓഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബൈ ഗായ്.